ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് വാട്സപ്പിൽ എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു, നൗഷിദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിച്ചു, തംബ്നെയിലിനെ കുറിച്ച്. എന്താണ് തംബ്നെയിൽ, യൂട്യൂബിൽ എങ്ങനെ തംബ്നെയിൽ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെയാണ് ചോദിച്ചത്. സോ നമുക്ക് അതിന് ഒരു ക്ലാരിറ്റി വരുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് തംബ്നെയിൽ? തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ ഒരു പ്രിവ്യൂ ഇമേജാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെസ്റ്റ്, നമ്മുടെ വീഡിയോസിൽ തന്നെ ബെസ്റ്റ് 3 ഫോട്ടോസ് അവിടെ കാണിക്കും. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോസ് തംബ്നെയിലായി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്, നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിലായിട്ട് ഒരു കസ്റ്റമൈസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നത്. പിന്നെ അധിക പേരുടെയും തംബ്നെയിൽ ക്രോപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് പിക്സൽ, അതായത് ഇതിന് കറക്റ്റ് ഒരു സൈസ് ഉണ്ട്. 1280 × 720 പിക്സൽ എന്ന് പറയുന്ന ഒരു സൈസ് ഉണ്ട്. ആ സൈസിൽ നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പൊന്നും ചെയ്യാതെ നമ്മൾ കറക്റ്റ് ഫ്രെയിമിലായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്. നമ്മുടെ തംബ്നെയിൽ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഒരു ഫോണിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നത്, അപ്പോൾ ഒരു ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് അതിന് നല്ലൊരു തംബ്നെയിൽ കൊടുത്ത്, അപ്പോൾ ഞാൻ നിങ്ങളുടെ തംബ്നെയിൽ ഒരു നല്ല അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോസ് നോക്കും. അങ്ങനെ നിങ്ങൾ തംബ്നെയിൽ നല്ല രീതിയിൽ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് പലരും തുറന്നു നോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 4 ഫോട്ടോസ് കാണാം. ഇതാണ് തംബ്നെയിൽ എന്ന് പറയുന്ന സംഭവം. ഇത് 3 ഫോട്ടോസ് എൻ്റെ വീഡിയോയിൽ തന്നെ ബെസ്റ്റ് 3 കാണിച്ചു തന്നെയാണ്. ഈ 3 ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത പാട് പറയുന്ന സംഭവമാണ്. ഈ 3 ഏതെങ്കിലും നമുക്ക് വീഡിയോ ഫോട്ടോ ആയി സെറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ ഇമേജാണ്, ഞാൻ ചെയ്ത ഒരു ഇമേജാണ്. അപ്പം നമുക്ക് തംബ്നെയിലിൽ ഒരു സൈസ് കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ സൈസ്, 1280 × 720 പിക്സൽ. ഈ സൈസിൽ വേണം നമ്മൾ ഇമേജ് ചെയ്യാൻ. ഞാൻ ഇവിടെ പുതിയ ലെയർ ഓപ്പൺ ചെയ്ത്, അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്ത ഇമേജസ് നേരെ ഇതിലേക്ക് കോപ്പി ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തിട്ടാണ് കാണുന്നത്. Ctrl+T. ഇവിടെ നിങ്ങൾക്ക് ഈ ലെയറിന് കണക്കായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കൊടുക്കാം. Ctrl+. ഇങ്ങനെയാണ് നമ്മളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആ സൈസിൽ, തംബ്നെയിലിൻ്റെ സൈസിൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവ്. ഇവിടെ നിങ്ങൾക്ക് JPEG ഫോർമാറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ PNG ഫോർമാറ്റ് കൊടുക്കുക, ഗിഫ്റ്റ് ഫോർമാറ്റ് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് JPEG ഫോർമാറ്റ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. JPEG ഫോർമാറ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. അതിൽ ഇവിടെ മാക്സിമം MB 2 MB പോവാതെ സൂക്ഷിക്കുക. ഇവിടെ 727 KB എന്നാണ് കാണിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ഇമേജ് ഓപ്പൺ. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സംഭവം കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്ത ഇമേജ് ഇവിടെ തംബ്നെയിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സേവ് കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ തംബ്നെയിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല തംബ്നെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വീഡിയോസ് എല്ലാവരും മാക്സിമം നോക്കാനുള്ള ചാൻസും കൂടുതലാണ്.
സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.